അപ്പോൾ നമ്മുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇതാണ് നമ്മുടെ ചർച്ച് ഫസ്റ്റ് തുടങ്ങിയത് കേട്ടോ. ചർച്ചിൻ്റെ വീഡിയോ തുടക്കം മുതലുള്ളതാണ്. ഞാൻ അത് കഴിഞ്ഞിട്ട് ടൗണിലോട്ട് പോയ വീഡിയോ ആണ് ആദ്യം ഇട്ടത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോ കണ്ടിട്ട് വന്നാലോ. എങ്ങനെയുണ്ട് ചർച്ചിൻ്റെ സൈഡ്, ചർച്ചൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. പിന്നെ ഞങ്ങൾ അടിയിലൂടെ കൂടി ചുമ്മാ നടക്കുന്ന കുറച്ച് വീഡിയോ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഡേ ഇൻ ലൈഫിലോട്ട് സ്വാഗതം. അവർ കുറച്ച് പൂവൊക്കെ പറിച്ച് കിള്ളിപ്പറിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഏറ്റവും ഇഷ്ടമുള്ള പരിപാടി കേട്ടോ ഇവിടുത്തെ ഈ പൂക്കൾ കിള്ളിപ്പറിക്കുക എന്നുള്ളത്. ഇവരുടെ മലയാളം അത്ര ക്ലിയർ അല്ല കേട്ടോ. ഇവർ ജനിച്ചതും വളർന്നതൊക്കെ അബുദാബി ആയതുകൊണ്ട് തന്നെ ഒരു മലയാളത്തിനൊരു മലയാളം പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു തമിഴന്മാരൊക്കെ മലയാളം പറയത്തില്ല, ആ ഒരു രീതിയിൽ. പക്ഷേ എല്ലാം ഇപ്പം മലയാളത്തിൻ്റെ ശരിക്കും പറഞ്ഞാൽ ലോക്കൽ ലാംഗ്വേജ് വരെ ഇപ്പോൾ അറിയാം. ഒരു വർഷം ഞങ്ങൾ നാട്ടിൽ വിട്ടത്, നമ്മൾ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പുള്ള ആ സമയത്ത് വിട്ടായിരുന്നല്ലോ. അപ്പോൾ മലയാളം അത്യാവശ്യം വെച്ചാൽ ഫ്ലുവൻ്റ് അല്ല പറയുന്നത്, പക്ഷേ നമ്മൾ സാധാരണക്കാർ സംസാരിക്കുന്ന നമ്മുടെ ഒരു ഭാഷയുടെ വേർഡുകളൊക്കെ എല്ലാം അറിയാം കേട്ടോ. അവർക്ക് അത്യാവശ്യം നന്നായിട്ട് മലയാളം അറിയാം. അപ്പോൾ ഞങ്ങളെല്ലാവരും വീട്ടിൽ ശരിക്കും ഞങ്ങൾ മലയാളം സംസാരിക്കുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് മലയാളത്തിൽ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. പക്ഷേ ചിലപ്പോഴൊക്കെ ആണെങ്കിലും നാട്ടിൽ ചെല്ലുമ്പോൾ ഇവർ പറയുന്ന ഭാഷ അവർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നാട്ടിലുള്ള ഇപ്പം അപ്പച്ചന്മാർക്കും അമ്മച്ചിമാർക്കും ചാച്ചന്മാരൊക്കെ വരുമ്പോൾ കുഞ്ഞിപ്പിള്ളേരൊക്കെ മനസ്സിലാവും. ഓക്കെ, കാരണം ഇവർ കുറച്ചും കൂടെ മിക്സ് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. അവർക്ക് ഇവരുടെ ഭാഷ ഇപ്പം എൻ്റെ മമ്മിക്കും ഞങ്ങൾ ചിറ്റപ്പനൊക്കെ വിളിക്കുന്നത് അവർക്കൊക്കെയാണ് ഇവർ സംസാരിക്കുന്നത് മനസ്സിലാക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ഒരാളാണെങ്കിൽ ചോദിക്കുന്നത് എന്താണെന്നൊക്കെ ചോദിക്കുന്നതിന് ചിലപ്പം എന്തൊരു അങ്ങനെയൊക്കെ ചോദിക്കുന്നതൊക്കെ എന്തൊരു, പിന്നെ ഓക്കെ എന്ന് പറയുന്നതിനെല്ലാം ഐവ എന്ന് തന്നെ പറയും. എന്തുകൊണ്ടെന്ന് പറഞ്ഞുള്ള ആദ്യമൊക്കെ ഐവ എന്ന് പറയുമായിരുന്നു. ഇപ്പോൾ ഇതൊക്കെ മാറി കേട്ടോ. ഓക്കെ എന്ന് പറയും, പക്ഷെ എന്നിപ്പം ഐവ വേണം, എന്തെങ്കിലും വേണം എനിക്കും ഐവ എന്ന് പറയുമായിരുന്നു. അങ്ങനെ മലയാളം ശരിക്കും പറയാം ഏത് ഭാഷയാണെന്ന് അറിയത്തില്ല, അവരവരുടേതായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ലാംഗ്വേജ് കണ്ടെത്തുന്നു അല്ലേ. പിന്നെ ഇവിടെ വന്നതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ നന്നായിട്ട് ഇഷ്ടപ്പെട്ടത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി പള്ളികളുണ്ട് കേട്ടോ. ഒത്തിരി പള്ളികളെന്ന് പറഞ്ഞാൽ നമുക്കിപ്പം മലയാളം കുർബാന ഇല്ല, നമുക്ക് ഇംഗ്ലീഷ് കുർബാനയൊക്കെ കൂടാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നമുക്ക് എല്ലാ 5 മിനിറ്റ്സിലും എനിക്കൊന്ന് ചർച്ച ഉണ്ട്. ഇവിടെ തിരിഞ്ഞ് നോക്കിയാലും ചർച്ച കേട്ടോ, ഇഷ്ടംപോലെ. പിന്നെ ഇവിടെ അമ്പലമുണ്ട് കേട്ടോ. നമ്മളിപ്പം ദുബായിലൊക്കെ അമ്പലം വന്ന പോലെ, ദുബായിൽ പിന്നെ നമ്മുടെ നാട്ടിൽ തൃശ്ശൂർ പൂരമൊക്കെയുള്ള അമ്പലമാണ്. അല്ലാണ്ട് സിഖുകാരുടെ അമ്പലമുണ്ട് ഞങ്ങളുടെ അടുത്ത് തന്നെ. സിഖുകാർക്ക് ഒരു അമ്പലം ഇവർ കൊടുത്തിട്ടുണ്ട്. ഉള്ളെങ്ങനെ കണ്ടിട്ടില്ല, പക്ഷേ അതിൻ്റെ ഞങ്ങളുടെ തന്നെ ഒരു 5 മിനിറ്റ് ദൂരത്തിലാണ് ഒരു അമ്പലമുണ്ട് കേട്ടോ. അമ്പലം ഒന്നേ കണ്ടിട്ടുള്ളൂ, പക്ഷെ പള്ളി ഇഷ്ടം പോലെ ഉണ്ട്. അത് മാത്രമല്ല തന്നെ മലയാളം കുർബാന നമുക്ക് എല്ലാ ദിവസങ്ങളിലും ഉണ്ടെന്നുള്ളതാണ്. ചില വീക്കുകളിലൊക്കെ ആണെങ്കിൽ ഒരു ദിവസം മിസ്സിങ് ഉണ്ട്, ഒരു ദിവസം എന്തായാലും ഒരു മിസ്സുണ്ട്. അല്ലെങ്കിൽ ഒട്ടുമുക്കാൽ ദിവസവും ആഴ്ചയിൽ 6 ദിവസവും ഉറപ്പായിട്ടും നമുക്ക് മലയാളം കുർബാന ഉണ്ടെന്നുള്ളതാണ്. ഒന്നെങ്കിൽ മോർണിംഗ് അല്ലെങ്കിൽ ഈവനിങ് ഒക്കെ ആയിട്ട്. പിന്നെ വാർഡ് പ്രാർത്ഥനകളും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ഞാനിതിപ്പം പെട്ടെന്നിരുന്ന് എഡിറ്റ് ചെയ്തിടുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ നമുക്കൊരു ചുമ്മാ ഇവിടെ അടുത്തൊരു ചെറിയൊരു ട്രാവൽ പോകാമെന്ന് വിചാരിച്ചേ. കാരണം ഇവരുടെ വെക്കേഷനാണ്, ഇവിടുത്തെ സമ്മർ സീസണാണ് ഇപ്പോൾ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഡിസംബർ അവസാനം ജനുവരി ആദ്യമാണ് ഇവിടുത്തെ സമ്മർ. നമ്മുടെ അവിടുത്തെ 2 മാസം വെക്കേഷൻ പോലെ ഇവിടുത്തെ സമ്മർ വെക്കേഷൻ ഇപ്പോഴാണ്. അപ്പോൾ ഇവരുടെ വെക്കേഷനായിരുന്നേ. അപ്പോൾ എവിടെയും പോകാൻ പറ്റില്ല. അപ്പോൾ ഇനിയിപ്പോൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്, ഇവർ സ്കൂൾ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എവരെയും കൊണ്ടാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ പിന്നെ ഇവിടെ അടുത്തുള്ള എവിടെയെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന്, എനിക്ക് ഒരാഴ്ച ലീവാണ്, ആഴ്ച എന്നാൽ 5 ദിവസം ലീവാണ്. അപ്പോൾ 5 ദിവസമുള്ള സമയത്ത് എവിടെയെങ്കിലും ഒന്ന് ഇറക്കിയിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോകാൻ വേണ്ടിയിരിക്കും. ഇതിനകത്ത് മെമ്മറി ഒത്തിരി ഫുള്ളാണ്. ചുമ്മാ ഞാൻ കുറേ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്കാണെങ്കിൽ ഈ എടുത്ത വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാരണം നമ്മൾ കഷ്ടപ്പെട്ട് എടുത്തല്ലെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ആ വീഡിയോ ഒക്കെ പിന്നെ എഡിറ്റ് ചെയ്തങ്ങ് ഇട്ടേക്കാമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ നാളെ ഞങ്ങൾ പോകുമ്പോൾ ആ വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും. അപ്പം എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം ഇഷ്ടപ്പെടുവാണെങ്കിൽ. ഇവിടുത്തെ സമ്മർ എന്നൊക്കെ പറഞ്ഞാൽ വിചാരിക്കും ഭയങ്കര ചൂടാണ്. ഞാൻ വിചാരിച്ചു ശരിക്കും ഭയങ്കര ചൂട് ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് ഒരു ദിവസം നല്ല ചൂടായിരുന്നു കേട്ടോ. 44 2 ദിവസം 44 43 വരെ വന്നായിരുന്നു. ആ സമയത്തൊക്കെ ആണെങ്കിൽ നമ്മൾ പുറത്തോട്ടിറങ്ങി നമ്മൾ കരിഞ്ഞുണങ്ങി പോകുന്നതിലായിരുന്നു. പക്ഷെ അതേസമയം അന്ന് 43 എൻ്റെ പിറ്റത്തെ ദിവസം നേരെ 21 എന്നുള്ളതാണ്. ഇന്ന് രാവിലെയൊക്കെ ടെമ്പറേച്ചർ 17 ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവർ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇന്നിപ്പോൾ 17, നാളെ 18 ആണെങ്കിൽ നാളത്തെ കഴിഞ്ഞ് ചിലപ്പോൾ 44 ആയിരിക്കും. അങ്ങനെയാണ് സമ്മറിൻ്റെ സീസൺ. പിന്നെ ഈ സമ്മറിന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൂടെന്ന് പറഞ്ഞാൽ ചൂടിൻ്റെ ഇൻറ്റൻസിറ്റി ഭയങ്കര കൂടുതലാണ് കേട്ടോ. ഇപ്പോൾ വിക്ടോറിയയിലൊക്കെ തീപിടുത്തം ഉണ്ടായില്ലേ. അപ്പോൾ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ഈ പുല്ലാണ്, കുഞ്ഞു പുല്ലുകളാണ്. ഈ പുല്ലുകൾ തമ്മിൽ അങ്ങ് ഉണങ്ങിക്കഴിയുമ്പോഴത്തേക്കും കാറ്റും കൂടി അങ്ങോട്ട് വരുമ്പോഴത്തേക്കും
ഇത് തമ്മിൽ ഉരസിയിട്ട് തീ പിടിക്കും. അതും പിന്നെ പുല്ലുമല്ലേ, നമ്മുടെ തെരുവപ്പുല്ല് പോലെയൊക്കെ തെരുവിരിക്കുന്ന പോലെ കച്ചിയിരിക്കുന്ന പോലെ അത് ഉണങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരിക്കും. ഞാൻ എൻ്റെ പുൽക്കൂട് കെട്ടിയത് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും നിങ്ങൾക്ക് ഏത് രീതിയിലാണ്. അപ്പോൾ തീ പിടിച്ചാൽ ഒറ്റ പിടുത്തമാണ്, ഏരിയ ഫുള്ള് കത്തി. ഇപ്പോൾ എല്ലായിടത്തും നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ആണെങ്കിലും എല്ലായിടത്തും ഫയർ സോൺ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഫയർ സീസണാണ്, ഫയറിങ് സോണാണ്. അപ്പോൾ നമ്മൾ കെയർ എടുത്ത് പോകണം എന്നുള്ള രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം വാട്ടർ ചെയ്യുന്ന ഏരിയകൾ, അല്ലെങ്കിൽ നമ്മൾ വാട്ടറിങ് ഇല്ലാത്ത ഏരിയകളൊക്കെ ശരിക്കും ഡ്രൈ ആണ്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വിക്ടോറിയ പോയപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗം കാണാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ അത് കാണാൻ വേണ്ടി ഞങ്ങൾ വീണ്ടും പോയപ്പം പക്ഷേ കാണാൻ ഒരു ഭംഗി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ശരിക്കും പച്ചപ്പുണ്ടെങ്കിലേ കാണാൻ ഭംഗിയുള്ളൂ കേട്ടോ, പച്ചപ്പില്ലെങ്കിൽ കാണാനൊരു ഭംഗിയില്ല. ഇവിടെയൊക്കെ നനച്ചു കൊടുക്കുന്നതായതുകൊണ്ട് ഈ സ്ഥലങ്ങളൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി. നല്ല പാർക്കുകളാണ്, നല്ല പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ. അത് പൂക്കൾ മാത്രമല്ല, പ്രകൃതിയിലൊക്കെ ജീവജാലങ്ങളൊക്കെ അവരൊന്നും കെട്ടിയിട്ടൊന്നും അല്ലാട്ട്, ഈവൻ പശുക്കളും ആടുകളെയും കുതിരേനെയൊക്കെ ആണെങ്കിലും അവർ ജസ്റ്റ് ഒരു ബൗണ്ടറി ഇങ്ങനെ കെട്ടിയിട്ടിട്ട് ചുമ്മാ ഫ്രീ ആയിട്ട് നടന്നു വിടുന്നത്. ഫ്രീഡം കൊടുത്തിട്ടുണ്ട്, ഫുൾ ഫ്രീഡം കേട്ടോ. ഫ്രീ ആയിട്ട് അവർ പിന്നെ എല്ലാം, ഞാനിപ്പോൾ കുതിരേനെ ആണെങ്കിലും പശുക്കളൊക്കെ കാണാവേ, കുറേ സ്ഥലത്ത് വെളുത്താണെങ്കിൽ കുറേ ഇടത്തും കറുത്ത പശുക്കളിങ്ങനെ ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ട്, കാണിച്ചു തരാം. എല്ലാവരും നല്ല ഹെൽത്തി ആയിട്ടാണ് ഇരിക്കുന്നവരുണ്ട്, നല്ല ഹെൽത്തി ആയിട്ടാണ്. ഇങ്ങനെ ആരും മെലിഞ്ഞുണങ്ങിയിട്ടൊന്നുമുള്ള പശുക്കളോ അല്ലെങ്കിൽ മൃഗങ്ങളോ ഒന്നുമില്ല കേട്ടോ. പിന്നെ ഇവിടെയാണെങ്കിൽ ഞങ്ങൾ രാത്രി തിരിച്ചു വരുന്നത് ഒത്തിരി വവ്വാലുകൾ, ശരിക്കും കടവാവലില്ല, നമ്മുടെ കടവാവൽ, അതുകൂട്ട് വവ്വാലുകളും കടവാവലും അങ്ങനത്തെ എല്ലാത്തരം പക്ഷികളൊക്കെ പണ്ടത്തെ പോലെ കാണാൻ പറ്റും കേട്ടോ. എനിക്കതിവർ ആരും ഇതിനെ കൊല്ലുന്നില്ലെന്നാണ്. പിന്നെ ഇവിടുത്തെ റൂൾസ് അനുസരിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം മുയലിനെ ആണെങ്കിലും നമുക്ക് കിട്ടുന്ന ഏതെങ്കിലും ജീവിയെ ആണെങ്കിലും നമുക്ക് കൊല്ലാൻ വേണ്ടി പാടില്ല. നമ്മൾ കൊല്ലുന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്നാ പറയുക, ബുച്ചരി പോലത്തെ നമ്മളെ ഇപ്പം ഇറച്ചി വെട്ടുകാരൊക്കെ അവർക്കൊക്കെ അല്ലേ കൊല്ലാൻ അറിയത്തില്ല. അങ്ങനെ പഠിച്ചത് എങ്ങനെ ശാസ്ത്രീയമായി കൊല്ലാമെന്ന് പഠിച്ചവർക്ക് മാത്രമേ സാധാരണ ആനിമൽസിനെ കൊല്ലാനുള്ള റൈറ്റ്സ് ഉള്ളൂ. സാധാരണ ഇവിടുത്തെ ലോക്കൽസൊക്കെ കൊല്ലുന്നുണ്ടാകും കേട്ടോ. ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടുത്തെ ഇവർ ആൾക്കാരൊക്കെ പാമ്പിനെയൊക്കെ വരെ തിന്നുന്ന, എല്ലാ സാധനത്തും തിന്നുന്ന ആളുകളാട്ടോ ഇവിടെയൊക്കെ. ഈവൻ നമ്മുടെ അവിടത്തേക്ക് തിന്നത്തന്നെ കക്ക, കൊച്ചി വെച്ച് എല്ലാ സാധനങ്ങളെല്ലാം പച്ചയ്ക്ക് പിന്നെ നമ്മളിപ്പോൾ സുഷി പോലത്തെ സാധനങ്ങളൊക്കെ പച്ചമീനും പച്ച ഫിഷും ഒക്കെ അല്ലേ. ഇവിടുത്തെ മീൻ അത്രത്തോളം നമ്മുടെ ദുബായിലോ അത്രത്തോളം ഫ്രഷായില്ല. പക്ഷേ ഈ സുഷിയുടെ ഞാനൊരു പ്രാവശ്യം സുഷി പരീക്ഷിച്ചു കേട്ടോ. എൻ്റെ പൊന്നെ, എന്നെക്കൊണ്ടൊന്നും കഴിക്കാൻ പറ്റിയില്ല. പിന്നെ ചിലർ പറയുന്ന ഫ്രൈഡ് ഉണ്ട് കഴിക്കാൻ പറ്റുന്നു, പക്ഷേ ഞാൻ ഒന്നേ പരീക്ഷിച്ചുള്ളൂ. പിന്നെ രണ്ടാമതൊന്ന് പരീക്ഷിക്കാനുള്ള ശേഷി എനിക്കില്ല. എനിക്കതിൻ്റെ ടേസ്റ്റൊന്നും ഇഷ്ടപ്പെടത്തില്ല കേട്ടോ. എനിക്ക് ഇച്ചിരി മസാലയും, ഈവൻ പിള്ളേർക്കാണെങ്കിൽ ഒരു ഇച്ചിരി മസാല ഇത് സാധനങ്ങളൊക്കെ വേണം, എന്നാലേ ഒരു ഇഷ്ടമുള്ളൂ. വേണം നമ്മുടെ അമ്മച്ചിമാരും കേട്ടോ, ഞങ്ങളെല്ലാവരും കണ്ടുപോകുമ്പോഴത്തേക്കും. ഇവൾക്കാണെങ്കിൽ ഇവിടുത്തെ എപ്പോഴും പറയാം അഡിലേഡ് സ്ക്വയർ കാണാമെന്ന്. അപ്പോൾ അവൾ അഡിലേഡ് സ്ക്വയർ കാണിക്കാൻ വേണ്ടി പോവാം. അഡിലേഡ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ടാണ് ഇവിടുത്തെ ഒരു സ്റ്റേഡിയമാണ്. നമ്മളിവിടുത്തെ ക്രിക്കറ്റൊക്കെ കഴിഞ്ഞ പ്രാവശ്യം നടന്ന് ഇവിടെയാണ് കേട്ടോ, അഡിലേഡ് സ്റ്റേഡിയത്തിലാണ്. ക്രിക്കറ്റ് കളിയൊക്കെ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും പോയായിരുന്നു. ഞങ്ങളോടും വരുന്നുണ്ടെന്ന് ചോദിച്ചായിരുന്നു, പക്ഷേ ആ സമയത്ത് എനിക്ക് ഡ്യൂട്ടി ആയിരുന്നു. എൻ്റെ ഡ്യൂട്ടി ഒന്നും മാറ്റിയെടുക്കാൻ പറ്റത്തില്ലാത്ത ഞങ്ങൾ ആ പരിപാടിക്ക് പോയില്ല ഇപ്രാവശ്യം. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ അഡിലേഡ് സ്റ്റേഡിയം. ഈ അഡിലേഡ് സ്ക്വയറത്തെ സ്റ്റേഡിയത്തിലായിരുന്നു നമ്മുടെ ക്രിക്കറ്റ് കളിയൊക്കെ നടന്നത്. ഇതിൻ്റെ അപ്പുറത്ത് വേറെ വലിയൊരു സ്റ്റേഡിയം ഉണ്ട് കേട്ടോ. അപ്പോൾ ഏത് സ്റ്റേഡിയത്തിൽ നടന്നത് എനിക്കറിയത്തില്ല. ഇവിടെ ഇഷ്ടംപോലെ സ്റ്റേഡിയംസ് ഉണ്ട്, നല്ല സ്പോർട്സൊക്കെ നടക്കുന്ന നല്ല സ്റ്റേഡിയങ്ങളുണ്ട് കേട്ടോ. ആ സമയത്ത് ഇതൊക്കെ ഓപ്പൺ ആവുക. അപ്പോൾ ഈ ഏരിയയ്ക്ക് പറയുന്നതാണ് അഡിലേഡ് സ്ക്വയർ. അപ്പം അവൾക്കത് കാണണമെന്ന് പിള്ളേരൊക്കെ പറയുന്നുണ്ട് തോന്നുന്നു. ഗെയിംസൊക്കെ അവിടെയൊക്കെ പോകുമ്പോൾ അവരത് കണ്ടു ഇത് കണ്ടു എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ. പിന്നെ ഇവർ പഠിപ്പിക്കാൻ നേരത്തും പറഞ്ഞു കൊടുക്കുന്നുണ്ട് എവിടെയൊക്കെയാണ് കാണാനുള്ളത്, എവിടേക്കാണ് അവരൊന്ന് ടീച്ചർമാരൊന്ന് വിസിറ്റ് ചെയ്തതെന്നൊക്കെ. അപ്പോൾ പിള്ളേർ കുറച്ചും കൂടെ ഫ്രീ ആണ്. ടീച്ചർമാരോടാണെങ്കിലും ടീച്ചർമാരൊക്കെ നമ്മുടെ നാട്ടിലത്തെ പോലെ അല്ല. ഇവിടുത്തെ ടീച്ചർമാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ കളറിങ് കളിക്കാൻ നേരത്ത് ടീച്ചർമാരും എല്ലാവരും കളർ ഡ്രസ്സ് വന്ന് ആ കളർ മേത്തേക്കാക്കി അങ്ങനെ കളിക്കും. അളിച്ച് പൊളിഞ്ഞ് ചാടിയും വെള്ളത്തിലും മറിഞ്ഞ് അങ്ങനെയാണ്. അപ്പോൾ ഇവർക്കൊരു ഭയങ്കര ഒരു ഫ്രണ്ട്ലി നാച്ചറാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ആണെങ്കിൽ ഇവരുടെ സ്കൂളിൽ പോയി കഴിയുമ്പോഴത്തേക്കും ഓടിപ്പോയി സാറുമാർക്കൊക്കെ ആണെങ്കിൽ ഹൈഫൈ ഒക്കെ കൊടുത്തിട്ട് അവർ ഭയങ്കര ഹാപ്പിയാണ്, ജോളി ടൈപ്പാണ്. ടെൻഷനൊന്നുമില്ല കേട്ടോ അവർക്ക്. അപ്പോൾ നമ്മൾ ഇപ്പം എവിടെ എത്തിയിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റെയിൽവേ സ്റ്റേഷന് ജസ്റ്റ് ഓപ്പോസിറ്റാണ് നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട്. കാരണം നമ്മൾ ടൗണിലോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും 2 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ പാർക്കിങ്ങേ ഉള്ളൂ. പിന്നെ നമ്മൾ വണ്ടി പിന്നെ അതെടുത്ത് മാറ്റിയിടാൻ വേണ്ടി വരണം. അപ്പോൾ നമുക്ക് ടൗണൊന്നും കാണാൻ വേണ്ടി പറ്റത്തില്ല. പിന്നെ നമ്മൾ ടൗണിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മുടെ ട്രാം ഫ്രീ സർവീസാണ്. അതുകൊണ്ട് നമുക്ക് വണ്ടി ഇല്ലെങ്കിലും നമുക്ക് സിറ്റിയിൽ എല്ലായിടത്തും പോകാൻ, നമുക്ക് എങ്ങനെ പോകേണ്ടതെന്ന് അറിഞ്ഞാൽ മതി. അപ്പോൾ എന്നാ വിചാരിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വിചാരിച്ചെന്നാൽ പിന്നെ ഇവിടെ പള്ളിയുടെ ഇവിടെ വണ്ടി ഇട്ടിട്ട് ഞങ്ങൾ പള്ളി കാണാനാണ് ശരിക്കും വന്നത്. അപ്പോൾ അവിടെ നോക്കിയപ്പം പാർക്കിങ് നോക്കിയപ്പം 10 മണിക്കൂർ വരെ വീടാണ് നമുക്ക്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ ഇട്ടു. എന്നിട്ട് ഞങ്ങൾ
ഞങ്ങൾ പയ്യനെ നടന്നിട്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷനുള്ളിൽ കൂടെ മുമ്പോട്ട് എടുക്കുകയാണെങ്കിൽ ട്രാം സ്റ്റേഷനുണ്ട്. അപ്പോൾ ട്രാം സ്റ്റേഷനിൽ നിന്ന് പയ്യനെ ട്രാം പിടിച്ചിട്ട് ആ ട്രാമിന് കയറി പിള്ളേരും ട്രാമിൽ കയറുകയും കൂടെ ചെയ്തോളൂ. അപ്പോൾ ട്രാമും നല്ല സൗകര്യം കേട്ടോ. നമുക്ക് ഒന്ന് ഫ്രീ ആണ്. രണ്ടാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർവീസുകൾ എപ്പോഴും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ഡെയിലി ഏത് ടൈമുകളിൽ ഒരു 15 മിനിറ്റ്സും കൂടുന്നതോറും ട്രാം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് താനും. അപ്പോൾ അങ്ങനെ എന്നാൽ പിന്നെ ട്രാമിന് നമുക്കൊന്ന് സിറ്റി കണ്ടേക്കാമെന്ന് വെച്ച് നടന്നേക്കുന്നതാണ്. അവർ ഞങ്ങൾ ഈ വീഡിയോ ഒക്കെ എടുത്ത് വരുന്നതുകൊണ്ട് ഞങ്ങൾ ലേറ്റാണ്. ഞങ്ങൾ ഇട്ടവർ മുമ്പോട്ട് പോയിട്ടുണ്ട്. പിന്നെ ആകെപ്പാടെ ആശ്വാസം കയ്യിൽ ഫോണുണ്ടെന്നുള്ളതാണ്. എങ്കിലൂടെ പോയാലും മുമ്പിലോട്ടാണ് അവർ നടന്നുള്ള ആശ്വാസത്തിൽ ഞങ്ങൾ നടക്കുകയാണ്. ഇതാണ് കേട്ടോ അവിടുത്തെ റെയിൽവേ സ്റ്റേഷനിലോട്ട് കയറുന്നതിന് എൻട്രൻസ് ആണിത്. അപ്പോൾ ഈ ബിൽഡിങ്ങിൻ്റെ അതിൻ്റെ ഉള്ളിൽ കൂടെ, ആ ഓട്ടയുടെ ഉള്ളിൽ കൂടെ ഗുഹ ഉണ്ട്, ആ ഗുഹയുടെ ഉള്ളിൽ കൂടെ കയറിയിട്ട് വേണം നമുക്ക് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലോട്ട് കയറി പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഞാൻ ട്രാമിൽ കയറുന്ന വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ നിങ്ങൾ അഡ്ലൈഡ് സിറ്റിയും ഞങ്ങളെയൊക്കെ ഇഷ്ടപ്പെടുന്നു എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റൊക്കെ ഇടണം കേട്ടോ. അപ്പോൾ ശരി, മറ്റൊരു വീഡിയോ ആയിട്ട് വരട്ടെ. ഞാൻ അവിടെ നിന്ന് എടുത്ത കുറച്ച് ഫോട്ടോസൊക്കെ ഇതിനകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാം പറഞ്ഞ പോലെ ബൈ ബൈ.